നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇൻവീഡിയോ എ എന്ന് പറയുന്ന ഒരു ടൂളാണ് കേട്ടോ. അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. എഫേർട്ട്ലെസ് ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് പറ്റും. അതുപോലെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിംഗ്, നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഓക്കെ ഷോട്ട്സ് നോക്കണം, നമുക്ക് അതുപോലെ ഇതെല്ലാം ടൈം ലൈനിലേക്ക് വലിച്ചിട്ടിട്ട് ഏതെങ്കിലും പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതൊക്കെ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ ഇൻവീഡിയോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് ആ വീഡിയോ എടുത്ത് കൈ തരും. അതാണ് ഓട്ടോമേറ്റഡ് എഡിറ്റിംഗ്. പവേർഡ് ടെക്സ്റ്റ് ടു വീഡിയോ. അതായത് നമുക്കിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ്, ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി എനിക്ക് ഇന്ന പോലെയൊക്കെയാണ് ഈ ഫസ്റ്റ് 10 സെക്കൻഡ് തൊട്ട് 20 സെക്കൻഡ്സ് വരെ വേണ്ടേ, അല്ലെങ്കിൽ 1 to 10 സെക്കൻഡ്സ് വരെ ഇന്ന പോലത്തെ കാര്യങ്ങളാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനോടനുസൃതമായിട്ടുള്ള വീഡിയോ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എയുടെ പവർ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ നമുക്ക് പറയാം. നമുക്കിപ്പോൾ യൂട്യൂബിലേക്കാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെയായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുക, അതായത് ഹൊറിസോണ്ടലായിരിക്കും ഷൂട്ട് ചെയ്യുക. അതേ സമയത്ത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ വേർട്ടിക്കലി ആയിരിക്കും ഷൂട്ട് ചെയ്യുക. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുക. അപ്പോൾ വേർട്ടിക്കലിയുമുള്ള ഔട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റും. വോയിസ് ഓവേഴ്സ്, പലതരത്തിലുള്ള വോയിസുകൾ, ഇപ്പോൾ മെയിലിൻ്റെ ആണെങ്കിലും ഫീമെയിലിൻ്റെ ആണെങ്കിലും പലതരത്തിലുള്ള വോയിസുകൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ വോയിസ് നമുക്ക് ഇതിനകത്തേക്ക് ക്ലോൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ടൂളിലേക്ക് ഒന്ന് പോവാം അല്ലേ. അതായത് ഇതായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ടൂളായിട്ട് വരിക, ഇൻവീഡിയോ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു ടോപ്പിക്, ഗീവ് മീ എ ടോപ്പിക്, ലാംഗ്വേജ് ഏതാ വേണ്ടേ, ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമുക്കിവിടെ കൊടുക്കാം. 25,000 വേർഡോളം നമുക്കിവിടെ ഇൻപുട്സ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതലും നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഇപ്പോൾ നമുക്ക് ചിലർക്കൊക്കെ ക്യാമറയുടെ മുമ്പിലേക്ക് വന്ന് സംസാരിക്കാനൊക്കെ ആദ്യമൊക്കെ ഒരു മടി കാണും, എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ വാല്യൂസ്, എനിക്കറിയാവുന്ന വാല്യൂസ് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കാം, പറയുന്ന പോലെ ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വെച്ചിട്ടാണ് വീഡിയോയുടെ മുമ്പിൽ വന്ന് തുടങ്ങിയത്. പിന്നെ നമുക്ക് റെസ്പോൺസ് ഒക്കെ കണ്ടപ്പോൾ പിന്നെ നമ്മളങ്ങ് മോട്ടിവേറ്റഡ് ആയി. എന്നാലും മിസ്റ്റേക്സ് ഒക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ കുറച്ച് പ്ലഗിൻസ് ഉണ്ട്. ഇതായത് യൂട്യൂബ് എക്സ്പ്ലെയിനർ, ഈ യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണോ, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന വീഡിയോ ആണോ, അത് ഷോർട്സ് ആണോ. ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ഓൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് ടു വീഡിയോ, ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അത് വീഡിയോ ആയിട്ടാണോ കിട്ടേണ്ടത്, അതെയോ ഇനി ഇൻസ്റ്റാഗ്രാം റീലിലേക്കാണോ, ടിക്ടോക്ക് വീഡിയോ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്ലോൺ യുവർ വോയിസ്, നമ്മളുടെ വോയിസ് ഇതിൻ്റെ അത് റെക്കോർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ ശബ്ദത്തിൽ, നമ്മളുടെ ശബ്ദത്തിൽ ആ വീഡിയോ പറയുന്ന പോലെ, നരേറ്റർ നമ്മുടെ ശബ്ദത്തിൽ പറയുന്ന പോലെ നമുക്ക് വീഡിയോയിൽ ചെയ്യാനായിട്ട് പറ്റും, ഔട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് ഒന്ന് പോവാം. ഇവിടെ ആയിരിക്കും വന്നെത്തുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കുറേ നമ്മളിങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഇൻ്റർഫേസിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിനൊരു ടോപ്പിക്ക് കൊടുക്കണമെങ്കിൽ, ഇപ്പം ഞാൻ പൊതുവേ വീഡിയോ പ്രൊഡക്ഷൻ ബിസിനസ്സാണ് ചെയ്യുന്നത്. നമ്മൾ പല ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ടെസ്റ്റിമോണിയൽ വീഡിയോസ്, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ റീൽസ്, അല്ലെങ്കിൽ കൺസെപ്റ്റ് റീൽസ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്, കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു തരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി തന്നെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറയുക, ക്രിയേറ്റ് എ video related to the importance of videos in business. ഇതാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ക്രിയേറ്റ് എ വീഡിയോ റിലേറ്റഡ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് വീഡിയോസ് ഇൻ ദ ബിസിനസ്. ഇത് ഞാൻ കോപ്പി ചെയ്തു. ഇത് വേണമെങ്കിൽ ഇവിടെ ജനറേറ്റ് വീഡിയോ കൊടുക്കാം. ഇവിടെ ജനറേറ്റ് വീഡിയോ കൊടുക്കുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് തന്നെ നമുക്ക് ക്രിയേറ്റിലേക്ക് പോകും. അപ്പോൾ എത്ര മിനിറ്റാണെന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതല്ല വേണ്ടേ, എനിക്ക് യൂട്യൂബ് എക്സ്പ്ലെയിനർ വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ക്രിയേറ്റ് എത്ര മിനിറ്റാണെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് 15 സെക്കൻഡ്സ് ആണോ, 30 സെക്കൻഡ്സ് ആണോ, എത്ര മിനിറ്റാണ്,
അപ് ടു 25 വരെ ഉണ്ട്. പിന്നെ നമുക്ക് അതറിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 മിനിറ്റ് എന്ന് കൊടുക്കാൻ നോക്കി. അപ്പോൾ ഞാൻ ആ കണ്ടൻറ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എന്ത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് വേണ്ടത്, ഹാപ്പി ആണോ അല്ലെങ്കിൽ മോട്ടിവേഷൻ മ്യൂസിക് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമുക്ക് ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലാണ്, ഇവിടെ ഇൻബിൽറ്റ് ആയിട്ട് കുറേ ലാംഗ്വേജസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഇത് കണ്ടോ, മലയാളം നമുക്കിപ്പം ആയിട്ടില്ല. നമുക്ക് തമിഴ് ഞാനൊന്ന് നോക്കിയല്ലോ. ഞാൻ പഠിച്ചത് ഊട്ടിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് തമിഴിനോടുള്ളൊരു ഇഷ്ടം തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തമിഴ് കേൾക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ തപ്പിത്തൊപ്പിക്ക് തമിഴ് പറയും. അപ്പോൾ ഞാൻ തമിഴിൽ വെച്ച് നോക്കിയായിരുന്നു. ആ വീഡിയോ ഞാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ യൂസ് എനി വോയിസ്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇഷ്ടമുള്ള വോയിസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കുറേ വോയിസ് അവൈലബിൾ ആണ്. ഏത് വോയിസാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. റഷ്യൻ വോയിസ് വേണോ, ഡച്ച് വോയിസ് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാൻ എൻ്റെ വോയിസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെരിയാസ് വോയിസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, അവിടെ ഞാൻ എൻ്റെ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർ ദ നരേറ്റർ, ഇപ്പോൾ എൻ്റെ വോയിസ് ആയിരിക്കും നരേറ്ററിന് കൊടുത്തിട്ടുണ്ടാവുക ഇവർ. പിന്നെ സബ് ടൈറ്റിൽസ് ഏതെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഓൾ സബ് ടൈറ്റിൽസ്, ഓൾ ക്യാപ് സബ് ടൈറ്റിൽസ് വിത്ത് എ സ്പോക്കൺ വേർഡ് ഹൈലൈറ്റ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന വേർഡാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയൊരു സബ് ടൈറ്റിലാണ് ഞാനിപ്പോൾ, ആ ഒരു സ്റ്റൈൽ സബ് ടൈറ്റിലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് പാക്കേജാണോ എടുക്കുന്നത് ആ പാക്കേജിനനുസരിച്ചിട്ട് എത്ര ഹൈ സ്റ്റോക്ക് വീഡിയോ അവൈലബിൾ ആണ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടോ, ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് മാക്സ് എന്ന് പറയുന്നൊരു പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക് നമുക്ക് ഫ്രീ പ്ലാൻ മുതൽ ട്രയൽ വേർഷൻ മുതൽ കിട്ടും കേട്ടോ, ഫ്രീ ആയിട്ട് നമുക്ക്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ചെറിയ പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്താലും നമുക്ക് ഡെയിലി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണിത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പോർഷൻ തൊട്ട് ഇന്ന പോർഷൻ വരെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ ആൻഡ് ഔട്ട് പോർഷൻ എന്ന് പറയും, ആ പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അവർ എന്താണോ തരുന്നത് അത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫൂട്ടേജ് നമുക്ക് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ജനറേറ്റ് വീഡിയോ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. കണ്ടോ, ഇവർ കണ്ടോ, ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത് ക്രിയേറ്റ് എ 1 മിനിറ്റ് യൂട്യൂബ് വീഡിയോ അബൌട്ട് ക്രിയേറ്റ് എ വീഡിയോ റിലേറ്റഡ് ടു ദി ഇമ്പോർട്ടൻസ് ഓഫ് വീഡിയോസ് ഇൻ ബിസിനസ്. അപ്പോൾ ഇത് മെരിയ വോയിസ് കൊടുക്കുന്നുണ്ട്. അതായത് എൻ്റെ വോയിസ് നരേറ്ററിന് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള സാധനമാണ് കണ്ടോ. ഇപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ്. അത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനനുസരിച്ചിട്ട് ഇവർ തന്നെ നമുക്ക് സജഷൻസ് തരും. അപ്പോൾ എനിക്ക് വേണ്ടത് ബിസിനസ് ഓണേഴ്സിനെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാറ്, അല്ലെങ്കിൽ സർവീസ് ഞാൻ അവർക്കാണ് കൊടുക്കാറ്. അതുകൊണ്ട് ഞാൻ ബിസിനസ് ഓണേഴ്സിന് സെലക്ട് ചെയ്തു. എന്ത് ടൈപ്പ് ഓഫ് ലുക്ക് ആൻഡ് ഫീൽ ആണ് വേണ്ടത്. അപ്പോൾ എനിക്ക് വീഡിയോസ് ചെയ്യണം, എല്ലാവരും വീഡിയോ ചെയ്യണം, അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇൻസ്പിറേഷനിൽ കൊടുത്തു, യൂട്യൂബ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തു, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇച്ചിരി സമയം എടുക്കും. നമ്മളുടെ നെറ്റിൻ്റെ സ്പീഡും എല്ലാം ഇതിനകത്ത് ബാധകമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡോർ അടച്ചിട്ടേക്കാണ്. നെറ്റ് ഇത്തിരി വൈഫൈ ആയതുകൊണ്ട് സ്ലോ ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ തന്നെ 12% ഓഫ് ദി വീഡിയോ ഈസ് റെഡി. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് പേൾ നൈറ്റിംഗേളിൻ്റെ ഒരു ഇതാണ്, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ചിലവർ ഈ ഗോളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു പർട്ടിക്കുലർ ഗോൾ വെച്ച് മുമ്പിലേക്ക് പോകുന്ന ആളുകളൊക്കെ കുറേ പേരൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും അവരിത് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് കേൾക്കുമെന്ന്. അപ്പോൾ അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ മലയാളത്തിലാണെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ നോക്കിയപ്പോൾ കുറച്ച് ഇങ്ങനെ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. അതല്ലാതെ നമ്മൾ കാണുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് വിഷ്വൽ കാണുമ്പോൾ. അപ്പം ഞാൻ വളരെ കുറച്ച് പേരാണ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ കുറച്ച് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ വേറെ ആരും മേ ബി ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ
കുറച്ച് വിഷ്വൽസൊക്കെ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഞാൻ ചെയ്തത് ഇൻവീഡിയോ യൂസ് ചെയ്തിട്ടാണ് അത് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വലിയ ഒരുപാട് സമയമൊന്നും കൺസ്യൂം ചെയ്തില്ല. പിന്നെ അതിന് പറ്റിയ വിഷ്വൽസ് എനിക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ അത്യാവശ്യം ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും വളരെ ക്വിക്കായിട്ട് നമുക്കൊരു ടോപ്പിക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടോ, ഫൈനലൈസിങ് മീഡിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആയി, സീൻസ് റെഡിയായി, വീഡിയോ വന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 1 മിനിറ്റ് 6 സെക്കൻഡാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാവേ. പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നോക്കാട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കും. What I wish I knew before starting my business. Videos. കണ്ടോ, ഇതെൻ്റെ ശബ്ദത്തിലാണ് വന്നിരിക്കുന്നത്. ഇവർ ക്ലിപ്സ് ഇവർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. Are game changers. Videos aren't just a trend. They're a powerful tool to boost your. കണ്ടോ, ഇനി നമുക്ക് ഈ സബ് ടൈറ്റിൽ വേണ്ടാന്ന് വെച്ചോ. അപ്പം ഞാൻ പറയുകയാണ് റിമൂവ് സബ് ടൈറ്റിൽ എന്ന് പറയാം. അത് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, റിമൂവിങ് സബ് ടൈറ്റിൽ. ഈ സബ് ടൈറ്റിൽ റിമൂവ് ആയിട്ടോ. Your business. From showcasing your products to sharing customer testimonials, videos create a personal connection with your audience. Studies show that videos increase engagement by 80%. And who doesn't want that? ഇനി ഞാൻ പറയുകയാണ്, എനിക്കൊരു മെയിൽ വോയിസ് ആണ് വേണ്ടത്. ചേഞ്ച് ദിസ് ടു എ മെയിൽ വോയിസ് എന്ന് പറയുകയാണേ. ചേഞ്ച് ദിസ് ടു എ മെയിൽ വോയിസ് എന്ന് പറയുകയാണേ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ആ വോയിസ് എങ്ങനെ ചേഞ്ച് ആവുന്നതെന്ന്. ഇതേ കണ്ടോ, ചേഞ്ചിങ് ദ നാരേറ്റേഴ്സ് വോയിസ് ടു എ മെയിൽ വോയിസ്. അത് റെഡി ആക്കി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. Think about it. റെഡി ആയിട്ടില്ല കേട്ടോ, അത് കാണിക്കും. ദ ചാപ്റ്റർ 1 പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പെട്ടെന്ന് നമുക്കൊരു മിനിറ്റിലേക്കുള്ളൊരു വീഡിയോ കിട്ടിയത് അല്ലേ. അതാണ് AI വന്നതോടുകൂടി കളി മാറി തുടങ്ങിയെന്ന് പറയുന്ന അവസ്ഥ. എല്ലാവർക്കും AI വെച്ച് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ അല്ലേ, ഞാൻ ഈ വീഡിയോ സോഫ്റ്റ്വെയർ ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. ഇതാ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവർ പറഞ്ഞിരിക്കുന്നുണ്ടോ, വോയിസ് ചേഞ്ച് ടു മെയിൽ സ്മൂത്ത് as ബട്ടർ. കണ്ടോ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാവേ. Share a video and watch it get likes, shares, and comments. So why wait? Start making videos and unlock your business's growth potential today. Remember, your story matters, and videos are the best way to tell it. കണ്ടോ, അതിപ്പോൾ നമുക്ക് മെയിൽ വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ 1 മിനിറ്റ് വീഡിയോ ഒക്കെ ഞാൻ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 3-4 റീലൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ ഇപ്പം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഈ ഫുട്ടേജ് എനിക്ക് വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഏത് ഫുട്ടേജ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഫുട്ടേജ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ സെർച്ചിൽ ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഇവിടെ നമുക്ക് അതുപോലെ എഡിറ്റ് ഈ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഈ സ്ക്രിപ്റ്റിൽ കണ്ടോ, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ഓരോ സെക്ഷനായിട്ട് ഇവർ തിരിച്ചിട്ടാണ് നമുക്ക് ഈ സ്ക്രിപ്റ്റിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് വരുത്താം. ഇനി അതല്ല നമുക്കിവിടെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഞാൻ പറയാണ് വീഡിയോ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണേ. ഇപ്പോൾ നമ്മളുടെ ഷൂട്ടിംഗ് നടക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടോ, ഇതൊക്കെ അതേ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലത്തെ വീഡിയോസ് നമുക്കിവിടെ ഇങ്ങനെ കുറേ വരും കണ്ടോ. അപ്പോൾ ഞാൻ ഈ ഫുട്ടേജിൽ ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന ഫുട്ടേജ് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തരുവേ. അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയ്ക്ക് പറ്റിയ ഫുട്ടേജ് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് കണ്ടിട്ട് നമുക്കിവിടെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്താൽ മതി, നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇതിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്കതനുസരിച്ചിട്ട് ഇപ്പോൾ ഈ ഫുട്ടേജാണ് ഞാൻ സെലക്ട് ചെയ്യണത്. എന്നിട്ട് ഞാൻ അപ്ലൈ ചേഞ്ച് കൊടുക്കുകയാണെന്നൊക്കെ. അപ്പോൾ എന്ത് വരുമെന്ന് വെച്ചാൽ ഈ ക്ലിപ്പ് മാറിയിട്ട് എനിക്കിപ്പോൾ നമ്മളിട്ട ക്ലിപ്പ് കിട്ടി. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്നോരോന്ന് നമുക്ക് ഏതെങ്കിലും മാറ്റേണ്ട പോയിന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ഇതിനേക്കാൾ വേറെ രസം പറയാം കേട്ടോ. ഇപ്പോൾ ഇത് വേറൊരു ലാംഗ്വേജിലേക്ക് ആക്കണം നോക്കി, തമിഴ് ലാംഗ്വേജിലേക്ക് ആക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇത് ചേഞ്ച് ദിസ് ടു എ തമിഴ് ലാംഗ്വേജ് എന്ന് പറയണേ.
ജനറേറ്റ് കൊടുത്തു കേട്ടോ. എനിക്ക് ആദ്യമേ ഞാൻ പറയുന്നത് തമിഴിൽ ഞാനൊന്ന് ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഒന്ന് കേട്ട് നോക്കിയിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് തമിഴ് പറയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. നമുക്കത് കേട്ട് നോക്കാവേ. ആയിട്ടില്ല. ട്രാൻസ്ലേറ്റിംഗ് ദ വീഡിയോ ടു തമിഴ് എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ പല ലാംഗ്വേജിൽ പറയണമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇതിപ്പോൾ ഞാൻ നമ്മളുടെ ഒരു മെയിൽ വോയിസിലേക്ക് മാറ്റിയിട്ടാണ്. ഇപ്പോൾ ഇത് ആൾ തന്നെയായിരിക്കും പറയണ്ടാവുക, പക്ഷേ ആളുടെ തമിഴ് ലാംഗ്വേജിൽ ആളെങ്ങനെയായിരിക്കും സംസാരിക്കുക അതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റഡ് ടു തമിഴ് എഴുതിയേക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. நான் என்னோட தொழிலை ஆரம்பிக்கிறதுக்கு முன்னாடி வீடியோ பத்தி தெரிஞ்சிருந்தா நல்லா இருந்திருக்கும். வீடியோங்கிறது ரொம்ப முக்கியம். வீடியோங்கிறது வெறும் ஒரு டிரெண்ட் இல்லல, அது உங்க தொழிலை அடுத்த கட்டத்துக்கு கொண்டு போற ஒரு பலமான கருவி. രസമുണ്ടല്ലോ കേൾക്കാൻ. ഓക്കെ, എന്നിട്ട് ഞാനിത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ വന്ന് കിടക്കും. ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ ഒന്ന് യൂസ്ഫുൾ എന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യണം. യൂസ്ഫുൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു വാല്യൂസ് കൊടുക്കാൻ പറ്റുന്ന വീഡിയോസ് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ടൂളും കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ, യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് തരണം. അപ്പോൾ അത് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. കൂടുതൽ വാല്യൂസ് നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഈ പറയുന്ന പോലെ വീഡിയോഗ്രാഫി റിലേറ്റഡോ സിനിമാറ്റോഗ്രാഫി റിലേറ്റഡോ ഒക്കെ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.